ഹലോ, ഇന്ന് ഞാൻ കുറച്ച് മാങ്ങയായിട്ടാണ് വന്നേക്കുന്നത്. ആരും തെറ്റിദ്ധരിക്കില്ല, അച്ചാറാണ് ഇത്. ഇത് മാങ്ങയല്ല, മാങ്ങാണ്ടിയാണ് കേട്ടോ. എൻ്റെ അച്ചാറിന് വേണ്ടിയിട്ട് ഞാനിവിടെ മാങ്ങ എല്ലാം പൂളി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ മാങ്ങാണ്ടിയോട് ചേർന്ന് ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കത്തില്ലേ കുറച്ച് ദശ, അത് നമുക്ക് അച്ചാറിനിടാൻ കൊള്ളത്തില്ല. കാരണം പെട്ടെന്ന് അങ്ങ് അത് വെന്ത് ഇങ്ങനെ അലിന്നു പോവും. അതിട്ട അച്ചാറിൻ്റെ ടേസ്റ്റ് വ്യത്യാസമായിട്ട് വരും. അപ്പം പക്ഷേ നമുക്കിത് കളയാനും പറ്റത്തില്ല, കാരണം ഒത്തിരി ദശയുണ്ട് ഓരോ മാങ്ങാല്. അപ്പം ഈ ദശ വെച്ച് നമുക്കിന്നൊരു സൂത്രം ഒപ്പിച്ചാലോ? അപ്പം ഇതെല്ലാം ഒന്ന് നമുക്ക് ചെത്തിയെടുക്കാവേ. ഈ ദശ നിങ്ങളൊക്കെ ഇത് കളയാറാണോ ചെയ്യുന്നത്, അതോ ഇത് അച്ചാറിനകത്ത് നിങ്ങൾ ഇത് ചേർക്കുമോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഞാൻ സാധാരണ വീട്ടിൽ ഇടാനാണെങ്കിൽ ഇത് അച്ചാറിനകത്ത് ചേർക്കും. ഇതിപ്പോൾ ഒത്തിരി മാങ്ങ എനിക്ക് സെയിലിന് വേണ്ടിയിട്ടല്ലേ, അച്ചാറൊക്കെ ഇട്ട് വിൽക്കാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ അതിൽ ഇത് ചേർക്കുന്നത് ശരിയല്ലല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് കളയാനും നിവർത്തിയില്ല. അതുകൊണ്ട് നമുക്കിത് വെച്ചൊരു സൂത്രം ഒപ്പിക്കാവേ. എന്നാൽ പിന്നെ ഇത് മൊത്തം ഞാൻ ഇങ്ങനെ ഒന്ന് ചെത്തി എടുത്തിട്ട് വരട്ടെ. എന്തായാലും വീഡിയോ എടുക്കുമല്ലോ, അതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞേക്കാം. എൻ്റെ കയ്യിൽ മാങ്ങാച്ചാർ, നാരങ്ങാച്ചാർ, നെല്ലിക്കാച്ചാർ, അതുപോലെ മീനച്ചാർ, ബീഫ് അച്ചാർ, ചമ്മന്തിപ്പൊടി ഇവയെല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ ആവശ്യക്കാർ ഒന്ന് കോൺടാക്ട് ചെയ്തേക്കണേ. ഇന്ത്യയിൽ എവിടെയാണെങ്കിലും ഞാൻ കൊറിയർ ചെയ്ത് തരുന്നതായിരിക്കും. അല്ല എൻ്റെ വീട്ടിൽ വന്ന് വാങ്ങിക്കുന്നവർക്ക് അങ്ങനെ ആകാം കേട്ടോ. സന്തോഷമേ ഉള്ളൂ, നിങ്ങളെയൊക്കെ ഒന്ന് കാണാമല്ലോ. എന്നാൽ ഞാനിത് അരിഞ്ഞുകൊണ്ട് വരട്ടെ. അങ്ങനെ ഞാൻ ഇത്രയും മാങ്ങാണ്ടിയിൽ നിന്ന് ഈ ദശ ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും ദശ കിട്ടി നമുക്ക്. പിന്നെ ഞാൻ ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇതുകൂടെ നമുക്ക് ഒന്ന് ചെറുതായിട്ട് അരിയാം. എന്നിട്ട് ഈ മാങ്ങയുടെ ദശയും കൂടെ കുറച്ച് ചെറിയ പീസുകളായിട്ട് അരിഞ്ഞെടുക്കാവേ. അങ്ങനെ ഞാൻ ഇത് മുഴുവനും അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മാങ്ങയുടെ ദശയും അതുപോലെ തന്നെ ഇഞ്ചിയും. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് പുതിന ഇലയും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുത്തിട്ട് അരിച്ച് പഞ്ചസാരയും കൂടെ ഇട്ട് ജ്യൂസായിട്ട് കുടിക്കാം കേട്ടോ. സൂപ്പറായിരിക്കും, ടേസ്റ്റി ആയിട്ട്. പച്ചമാങ്ങ ജ്യൂസ് നല്ല രസമല്ലേ. ഞാൻ അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ അങ്ങനെ ജ്യൂസ് ഉണ്ടാക്കുമല്ല കേട്ടോ, വേറൊരു സംഭവമാണ് കേട്ടോ. എന്നാൽ പിന്നെ നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വന്നാലോ? മാങ്ങ ഇവിടെ ഞാൻ സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മൾ നല്ലപോലെ മിക്സിയിലിട്ട് അരച്ച് അതിനെ അരിച്ചെടുത്തോണ്ട് വന്നേക്കുവാണ് കേട്ടോ. വെറുതെ അരച്ച് അരയത്തില്ല നല്ലതായിട്ട്. അപ്പോൾ ഇച്ചിരി വെള്ളവും കൂടെ ആഡ് ചെയ്തിട്ടാണ് ഞാൻ അരച്ചെടുത്തേക്കുന്നത്. എന്നിട്ട് നമ്മുടെ അരിപ്പ വെച്ച് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുപ്പിൻ്റെ ആവശ്യമുണ്ട്. എന്നാൽ അങ്ങോട്ട് പോയാലോ? നമ്മൾ അടുപ്പത്തൊരു പാത്രം വെച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മൾ അരിച്ച് വെച്ചേക്കുന്ന മാങ്ങയുടെ പൾപ്പും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്ത് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർക്കണം കേട്ടോ. നമ്മുടെ ഒരു അളവിനനുസരിച്ച് ഇട്ടാൽ മതിയേ. ഇനി നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. കുറച്ച് നേരം ഇതിങ്ങനെ തിളപ്പിച്ച് കുറുക്കി എടുക്കണം കേട്ടോ. ഇതിനിടയിലേ നമുക്ക് ഇച്ചിരി നാരങ്ങ നീരും കൂടെ പിഴിഞ്ഞൊഴിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ, കേടുകൂടാതെ ഇരിക്കാനായിട്ട്. എൻ്റെ കയ്യിൽ ഇപ്പോൾ തൽക്കാലം നാരങ്ങ അവൈലബിൾ അല്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ആഡ് ചെയ്യാത്തത്. നാരങ്ങ ഉള്ളവർ തീർച്ചയായിട്ടും അരമുറി നാരങ്ങ പിഴിഞ്ഞൊഴിക്കണേ ചാറ്. നമ്മുടെ മാങ്ങ ഇവിടെ നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ മാത്രം ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാൻ കാണോ, ഇച്ചിരി. കാരണം കളർ വേണമെന്നുള്ളവർക്ക്, ഇതിപ്പോൾ നാച്ചുറൽ ആയിട്ടുള്ളൊരു കളറാണ്, ഞാനൊന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാവേ. മാങ്ങ സ്ക്വാഷ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ട് തണുപ്പിക്കാനായിട്ട് വെക്കാം. നന്നായിട്ട് തണുത്ത് കഴിഞ്ഞിട്ട് ഒരു ബോട്ടിലിനകത്തോ ഒരു കണ്ടെയ്നറിനകത്തോ ഒഴിച്ച് വെച്ച് നമുക്ക് ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ. അങ്ങനെ മാസക്കണക്ക് നമുക്ക് മാങ്ങാ ജ്യൂസ് റെഡി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമുക്കൊന്ന് ജ്യൂസ് കുടിച്ചാലോ? ഇത് തണുത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ, നല്ല കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. നമുക്ക് ഇച്ചിരി ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിനുള്ളത്. ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാവേ. ഐസ് ക്യൂബ്സ് വേണ്ടവർ അതുകൂടെ ഇട്ടോണം കേട്ടോ. പിന്നെ മധുരം നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം പഞ്ചസാര ആഡ് ചെയ്യണേ. അപ്പോൾ നമ്മുടെ സെറ്റായിട്ടുള്ള മാങ്ങ സ്ക്വാഷ് വെച്ച് ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഒന്ന് കുടിച്ച് നോക്കിയാലോ ടേസ്റ്റ്. ഇച്ചിരി മധുരം കുറവാണ് കേട്ടോ, ഇച്ചിരിയുടെ മധുരം ഇടണം. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.